ഹലോ. അപ്പം ഇന്നൊരു സൺഡേ ആണ്. സൺഡേ ഈസ് എ ഹോളിഡേ. ആർക്ക്? കാട്ടുകോഴിക്ക് എന്ത് സംക്രാന്തി, ദിവസമാർക്ക് എന്ത് ഹോളിഡേ. അപ്പം ഞാനിതാ രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി ഡ്യൂട്ടിക്ക് പോകണേ. എനിക്കിന്ന് മോർണിംഗ് ഡ്യൂട്ടിയാണ്. ഇവിടെ നല്ല തണുപ്പാണ്. ഇവിടെ എൻ്റെ കസിൻസൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും മൂടിപ്പൊതിച്ച് ഉറങ്ങുകയാണ് ഗൈസ്. എനിക്ക് കൊതിയാവുന്നു. അങ്ങ് റിസൈൻ വെച്ചാലോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയിട്ടോ. പിന്നെ ഈ ചക്കപ്പോത്ത് പോലുള്ള എന്നെ ആര് തീറ്റിപ്പോറ്റാണ്, അതുകൊണ്ട് മാത്രം പണിക്ക് പോകുന്ന അല്ലേ ഞാൻ. പിന്നെ ഞാൻ എന്നെ തന്നെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യും. ബീയിങ് ഇൻഡിപെൻഡൻറ്റ് ഈസ് ഗ്രേറ്റ്. ഇന്ന് എൻ്റെ ജോലി വേറെ ആരുടെയൊക്കെയോ സ്വപ്നമാണ്. സൺഡേ ആണ് അത്രയും സൺഡേ. ഇന്ന് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ പോലും അറിയില്ല സൺഡേ ആണെന്ന്. കാരണം അത്രയ്ക്ക് നല്ല ചൊറയും പിന്നെ തിരക്കുമായിരുന്നു കേട്ടോ ഡ്യൂട്ടി. സാധാരണ സൺഡേ നല്ല കാമൻ ക്വയറ്റായിരിക്കും. പക്ഷെ ഇന്നത്തെ ഡ്യൂട്ടി ചൊറ എന്ന് പറഞ്ഞാൽ മക്കളെ എമ്മാരി ചൊറ. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഒരുപാട് ലേറ്റായി. സാധാരണ വീട്ടിലെത്തിയിട്ടാണ് ഫുഡ് കഴിക്കാറ്. ആ വീട് വരെ ഈ വിശപ്പം കൊണ്ട് എത്തുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ഞാനും പാത്തും അഞ്ജലിയും കൂടി നേരെ വിട്ടു നമ്മുടെ സ്വന്തം ശേഖറിലേക്ക്. അതിനിടയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ പാത്തുവിനോട് എന്തൊക്കെയോ തള്ളി മറിക്കുന്നതാണ്. എൻ്റെ തള്ള് ഇത്രയും ഭയാനകമാണെന്ന് ഇത് കണ്ടപ്പാട്ടോ എനിക്ക് മനസ്സിലായത്. ഓവർ ആക്ടിങ്ങാ. സത്യത്തിൽ ഈ വീഡിയോ എടുക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. ഇത് എൻ്റെ അഞ്ജലി മോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ വെയിലടിക്കുന്നതിനാണ് കണ്ണൊക്കെ പൊത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ വീണ്ടും ശേഖർ ഫുഡ്സിലേക്ക് പോയിട്ടോ. പിന്നെ നമ്മൾ അങ്ങനെ കൈയൊക്കെ കഴുകിയിരുന്നപ്പോഴേക്ക് ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ തീർന്നായിരുന്നു ഗൈസ്. അത്രയ്ക്ക് നേരത്തെ ആയിരുന്നേ ഞങ്ങൾ പോയത്. ഇതാണ് കേട്ടോ പാത്തുക്കുട്ടി. അങ്ങനെ ഞങ്ങൾ മീൽസ് കഴിച്ചു അവസാനം. പിന്നെ ബീഫ് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ പാത്തും അഞ്ജലിയും ബീഫ് ഫ്രൈ കഴിച്ചു. എനിക്ക് കൂടി ഇഷ്ടമുള്ളത് പറയാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പിന്നെ ഉണ്ടായിരുന്ന ഫിഷ് ഐറ്റംസ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഓൾറെഡി ചിക്കൻ ലവറാണല്ലോ. പിന്നെ പാത്തു പച്ച ബസ് വന്നപ്പോൾ ഓടിച്ചാടി കയറിപ്പോയിട്ടോ. ഓൾറെഡി ഞങ്ങൾ ലേറ്റ് ആയിരുന്നല്ലോ. പിന്നെ ഞാനും അഞ്ജലിക്ക് ഹോസ്റ്റൽ വണ്ടി വരണമായിരുന്നു. എനിക്ക് വണ്ടി എടുക്കാനും പോകണമായിരുന്നു. അപ്പോൾ അതേ ഓടപ്പൂവൊക്കെ പറിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഈ ഓടപ്പൂവാണ് നല്ല രസമല്ലേ. ഹായ്. അങ്ങനെ അതിനിടയിൽ ഞങ്ങൾ കിന്നാരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ചേച്ചിമാര് സ്ഥാനാർത്ഥികൾ. നിന്റെ നാട്ടിൽ കുറെ വടിയും കുത്തി നടക്കുന്ന കുറെ അമ്മൂമ്മമാര് സ്ഥാനാർത്ഥികൾ. എനിക്ക് വോട്ട് ചെയ്യാൻ ഒരു മൂടുമില്ല.